അപ്പോൾ ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടി കൊണ്ട് എങ്ങനെ പുട്ടുണ്ടാക്കാൻ നോക്കാം. ശരിക്കും ഗോതമ്പ് പൊടി കൊണ്ട് പുട്ടുണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ഭയങ്കര ഉണങ്ങിപ്പോവും, അല്ലെങ്കിൽ ഭയങ്കര കട്ടിയോ അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളുണ്ടാവും. ശരിക്കും നമുക്ക് നല്ല സാധാ പുട്ടുപൊടി കൊണ്ട് പുട്ട് ചുട്ട പോലത്തെ ഒരു പൊടി കൊണ്ട് തന്നെ ചുട്ട പോലെ ഉണ്ടാവും നമുക്ക് ഉണ്ടാക്കിയാൽ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കി നോക്കാം. അതിനായിട്ട് ആദ്യം നമ്മൾ കുറച്ച് ചോറും പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി എടുക്കുക. അപ്പോൾ ഞാനത് എന്തൊക്കെയാണ് എടുത്തതെന്നുള്ളത് കാണിച്ചു തരാം. അതിനായിട്ട് 2 സ്പൂൺ ചോറെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിതിലേക്ക് 4 സ്പൂണാണ് ഗോതമ്പ് പൊടി ഇടുന്നത്. ഞാനൊരു അളവ് കാണിച്ചു തന്നതാണ് നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതിന് ആവശ്യത്തിനായിട്ട് എടുക്കുക. നമ്മൾ ഗോതമ്പ് പൊടി എടുക്കുന്നതിൻ്റെ പകുതിയാണ് കേട്ടോ ചോറുണ്ടാവാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോകും. അപ്പോൾ നമുക്കിനി ഇതൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അതേ ഞാനിതൊന്ന് കുറച്ച് സമയം ഒന്ന് അടിച്ചാൽ അധിക പേസ്റ്റ് പോലെ അറിയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതേ നല്ല പുട്ടുപൊടി നമ്മൾ സാധാ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ ഒരു പുട്ടുപൊടിൻ്റെ പോലെ തന്നെ ആയി വന്നിട്ടുണ്ട്. ശരിക്കും ഇതുകൊണ്ട് പുട്ട് ചുടുമ്പോൾ നല്ല ടേസ്റ്റുമാണ്, നല്ല സോഫ്റ്റുമാണ് കഴിക്കാൻ. നമ്മളിത് ചുട്ട പാടന്നെ ചൂടോടെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ഇനി ഇങ്ങനെ സാധാ പുട്ട് ചുടുന്ന പോലെ കുറച്ച് തേങ്ങ ഇടുക, അതിനുശേഷം ഗോതമ്പ് പൊടി ഇടുക, പിന്നെയും തേങ്ങ ഇടുക, അങ്ങനെ നമ്മൾ ഇത് നിറച്ചു ആക്കുക. ഇത് നമ്മൾ ചൂടോടെ കഴിക്കുമ്പോഴാണ് കേട്ടോ ഇതിൻ്റെ ഒരു ടേസ്റ്റ് അറിയുള്ളൂ. ഇത് കുറച്ച് തണിഞ്ഞു പോയാൽ ഒരു ഉണങ്ങിയ പോലെ ആയിപ്പോവും. അപ്പോൾ ഇത് നമ്മൾ ശരിക്കും നല്ല സാധാ നമ്മൾ പുട്ടൊക്കെ ചുടുന്ന അതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതേ ഞാനിത് ഒരു 10-15 മിനിറ്റ് ആവിയിൽ കയറ്റി വേവിച്ച് വന്നതാണ്. അപ്പോൾ അതേ നല്ല സോഫ്റ്റ് നല്ല ചൂടുള്ള പുട്ടാണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുമായിരിക്കും നല്ല സോഫ്റ്റ് ആയിരിക്കുമെന്ന്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും ഇങ്ങനെ കഴിക്കാനായിട്ട്. നമ്മൾ കറികളൊന്നും വേണമെന്നില്ല, ഒരു അപ്പാടം തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ ചോറ് കൂട്ടാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ നമ്മൾ സാധാ ഗോതമ്പ് പൊടി കൊണ്ട് തന്നെ വെച്ച് ചെയ്യാം. ഇനിയിപ്പോൾ ചോറൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ഇപ്പോൾ സാധാ നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ടും അല്ലാതെയും ചൂട് തമ്മിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ചുകൂടി നല്ലൊരു സോഫ്റ്റ് പോലെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മറ്റേത് കുറച്ചുകൂടി ഒരു ഉണങ്ങിയ പോലെയൊക്കെ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതാണെങ്കിൽ ഞാൻ നമ്മൾ ബാക്കിയുള്ള ഗോതമ്പ് പൊടി അപ്പാട്ടിട്ട് നമ്മൾ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചാണ്. ഇതിന് ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക, അപ്പാടെ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. അപ്പോൾ അതേ ഇങ്ങനെയാണ് കട്ട പോലെ ആയിട്ടാണ് ഇതുണ്ടാവുക. അതിനുശേഷം നമുക്കിതൊന്ന് മിക്സിയിലിട്ടൊന്ന് ഒതുക്കി അങ്ങ് എടുത്താൽ മതി. അപ്പോൾ അതേ ഇതിങ്ങനെ നമ്മൾ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പാടെ ഒഴിച്ചു കൊടുത്താൽ ചിലപ്പോൾ ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോകും. അപ്പോൾ അതേ നമ്മൾ ഇത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കുറേശ്ശെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതേ ഈ പുട്ടുപൊടി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇത് കുറച്ചുകൂടി ഒരു ഉണങ്ങിയൊക്കെ പോലെ ഉണ്ടെന്ന്. അപ്പോൾ ഇനി നമുക്കൊന്ന് സാധാ പുട്ടുപൊടി നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് ചെയ്തൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതേ അതും ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ ഇത് നിങ്ങൾ കണ്ടല്ലോ വേഗം ഒരു പൊടിഞ്ഞു പോകുന്ന പോലെ ഉണ്ടല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.